ഹായ്, എല്ലാവർക്കും മീനു മോഹൻ PSC ടിപ്സിലേക്ക് സ്വാഗതം. കേരളവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരത്തിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം 16. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം 16. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. നീലഗിരി കുന്നിനും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് ചുരമാണ് പാലക്കാട് ചുരം. നീലഗിരി കുന്നിനും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഉയരം കുറഞ്ഞതും വീതി കൂടിയതുമായ പ്രദേശം ഏതാണ്? പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിൽ ഉയരം കുറഞ്ഞതും വീതി കൂടിയതുമായ പ്രദേശമാണ് പാലക്കാട് ചുരം. വയനാട് ചുരം എന്നറിയപ്പെടുന്നത് താമരശ്ശേരി ചുരം. വയനാട് ചുരം തന്നെയാണ് താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്നത് കോഴിക്കോട് ടു മൈസൂർ. കോഴിക്കോടും മൈസൂരും തമ്മിൽ താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്നു. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഇടുക്കി വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്, വയനാട്. കോഴിക്കോട്, വയനാടാണ് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ. നാടുകാണി ചുരം നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാരെ സഹായിച്ചത് കരിന്തണ്ടൻ. നാടുകാണി ചുരം കാണപ്പെടുന്നത് മലപ്പുറം ജില്ലയിൽ. കേരളത്തിന്റെ തെക്കുഭാഗത്തെ ചുരം അരുവാമൊഴി. കേരളത്തിന്റെ തെക്കുഭാഗത്തെ ചുരം അരുവാമൊഴി. പശ്ചിമഘട്ടത്തിന്റെ തെക്കുഭാഗത്തെ ചുരം ആറംബോളി ചുരം. പശ്ചിമഘട്ടത്തിന്റെ തെക്കുഭാഗത്ത് ആറംബോളി ചുരം. ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലം പുനലൂർ, ചെങ്കോട്ട. ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്നത് പുനലൂർ, ചെങ്കോട്ട. ബോഡിനായ്ക്കൽ ചുരം ബന്ധിപ്പിക്കുന്നത് മൂന്നാർ മുതൽ തമിഴ്നാട് വരെ. മൂന്നാർ ടു തമിഴ്നാട് അല്ലെങ്കിൽ ഇടുക്കി ടു തേനി. കമ്പം ചുരം കുമളി ടു കമ്പം ബന്ധിപ്പിക്കുന്നു. കമ്പം ചുരം ബന്ധിപ്പിക്കുന്നത് കുമളി ടു കമ്പം. കേരളത്തിൽ നിന്ന് തെക്കു പടിഞ്ഞാറ് മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരം. കേരളത്തിൽ നിന്നുള്ള തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരം. കതിരാൻ ടണൽ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ല. കതിരാൻ ടണൽ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ല. കാസർഗോഡ് പ്രധാനപ്പെട്ട ചുരം ആലട്ടി. കാസർഗോഡുള്ള പ്രധാനപ്പെട്ട ചുരം ആലട്ടി. വയനാട്ടിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ പേരാമ്പാടി, പെരിയ. പേരാമ്പാടി, പെരിയ ചുരങ്ങളാണ് വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ചുരം. ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട ചുരങ്ങളാണ് ബോഡിനായ്ക്കൽ, കമ്പം. ബോഡിനായ്ക്കൽ, കമ്പം. NH 85 ബോഡിനായ്ക്കൽ ചുരം. NH 85 85 ബോഡിനായ്ക്കൽ ചുരം. NH 183 കമ്പം ചുരം. NH 183 കമ്പം ചുരം. NH 744 NH 744 ആര്യങ്കാവ് ചുരം. താമരശ്ശേരി ചുരം NH 766. താമരശ്ശേരി ചുരം 766. കേരളത്തിൽ 15 കിലോമീറ്ററിൽ ഉള്ളത് ഏതെല്ലാം നദികളാണ്? കേരളത്തിൽ 15 കിലോമീറ്ററിൽ കൂടുതലെല്ലാം നദികൾ എന്ന വിഭാഗത്തിലേക്ക് പെടുന്നു. കേരളത്തിൽ 15 കിലോമീറ്റർ കൂടുതലുള്ളതെല്ലാം നദികൾ എന്ന വിഭാഗത്തിലേക്ക് പെടുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളാണ് പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, ചാലക്കുടി. പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, ചാലക്കുടി. പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്റർ. പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്റർ. 244. ഭാരതപ്പുഴ 209 209 കിലോമീറ്റർ. പമ്പ 176 176. ചാലിയാർ 169. ചാലിയാറിൻ്റെ നീളം 169. ചാലക്കുടി പുഴയുടെ നീളം 145.5 കിലോമീറ്റർ. ചാലക്കുടി പുഴയുടെ നീളം 145.5 കിലോമീറ്റർ. പെരിയാർ ഒഴുകുന്ന പ്രധാനപ്പെട്ട ജില്ലകളാണ് ഇടുക്കി, എറണാകുളം. ഇടുക്കി, എറണാകുളം ജില്ലകളിൽ കൂടി പെരിയാർ ഒഴുകുന്നു. പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ കൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലയിൽ കൂടി ഭാരതപ്പുഴ ഒഴുകുന്നു.
ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലയിൽ കൂടി പമ്പാ നദി ഒഴുകുന്നു. പമ്പാ നദി ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ. ചാലിയാർ നദി ഒഴുകുന്ന ജില്ലകൾ വയനാട്, മലപ്പുറം, കോഴിക്കോട്. വയനാട്, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിൽ കൂടി ചാലിയാർ ഒഴുകുന്നു. പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം ജില്ലയിൽ കൂടി ചാലക്കുടി പുഴ ഒഴുകുന്നു. പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം ജില്ലയിൽ കൂടി ചാലക്കുടി പുഴ ഒഴുകുന്നു. ശിവഗിരിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി പെരിയാർ. ശിവഗിരിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി പെരിയാർ. ആനമലയിൽ പോത്തന്നൂരിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഭാരതപ്പുഴ. ആനമലയിൽ പോത്തന്നൂരിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഭാരതപ്പുഴ. പുളിച്ചിമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി പമ്പ. പുളിച്ചിമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി പമ്പ. ഇളംബല്ലേരി കുന്നിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ചാലിയാർ. ഇളംബല്ലേരി കുന്നിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ചാലിയാർ. ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ചാലക്കുടി പുഴ. ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ചാലക്കുടി പുഴ. പെരിയാർ, പമ്പ എന്നീ രണ്ടു നദികളും പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദികളാണ് പെരിയാർ, പമ്പ. ഭാരതപ്പുഴ, ചാലിയാർ അറബിക്കടലിൽ പതിക്കുന്നു. ഭാരതപ്പുഴയുടെ പതനം എവിടെ? അറബിക്കടലിൽ. ചാലിയാറിൻ്റെ പതനം അറബിക്കടലിൽ. പെരിയാർ പതിക്കുന്നത് വേമ്പനാട്ട് കായലിൽ. പമ്പയുടെ പതനസ്ഥാനം വേമ്പനാട്ട് കായൽ. ചാലക്കുടി പുഴ പതിക്കുന്നത് കൊടുങ്ങല്ലൂർ കായൽ. ചാലക്കുടി പുഴ പതിക്കുന്നത് കൊടുങ്ങല്ലൂർ കായൽ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന എത്ര നദികളാണ് ഉള്ളത്? 3 നദികൾ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3. പ്രധാനപ്പെട്ട കിഴക്കോട്ടൊഴുകുന്ന നദി കബനി, ഭവാനി, പാമ്പാർ. കബനി ഉത്ഭവിക്കുന്നത് തൊണ്ടാർമുടിയിൽ നിന്നും. കബനി ഉത്ഭവിക്കുന്നത് തൊണ്ടാർമുടിയിൽ നിന്നും. ഭവാനി നദി ഉത്ഭവിക്കുന്നത് നീലഗിരി കുന്നിൽ ശിരുവാണിയിൽ നിന്നും. ഭവാനി നദി ഉത്ഭവിക്കുന്നത് നീലഗിരി കുന്നിൽ ശിരുവാണിയിൽ നിന്നും. പാമ്പാർ ഉത്ഭവിക്കുന്നത് ആനമുടി, ബെൺമൂർ എന്ന സ്റ്റേറ്റിൽ നിന്നുമാണ്. പാമ്പാർ ഉത്ഭവിക്കുന്നത് ആനമുടി കുന്നിൽ ബെൺമൂർ എന്ന സ്റ്റേറ്റിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കബനി ഒഴുകുന്ന ജില്ലകൾ വയനാട്. കബനി ഒഴുകുന്ന ജില്ലയാണ് വയനാട്. ഭവാനി ഒഴുകുന്ന ജില്ല പാലക്കാട്. ഭവാനി ഒഴുകുന്ന ജില്ല പാലക്കാട്. പാമ്പാർ ഒഴുകുന്ന ജില്ല ഇടുക്കി. പാമ്പാർ ഒഴുകുന്നത് ഇടുക്കി ജില്ലയിൽ കൂടിയാണ്. വയനാട്ടിൽ കൂടി ഒഴുകുന്ന കിഴക്കോട്ടൊഴുകുന്ന നദി കബനി. വയനാട്ടിൽ കൂടി കിഴക്കോട്ടൊഴുകുന്ന നദി കബനി. പാലക്കാട് കൂടി കിഴക്കോട്ടൊഴുകുന്ന നദി ഭവാനി. ഇടുക്കിയിൽ കൂടി കിഴക്കോട്ടൊഴുകുന്ന നദി പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികളും പതിക്കുന്നത് കാവേരി നദിയിലാണ്. കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികളും പതിക്കുന്നത് കാവേരി നദിയിലാണ്. പ്രധാനപ്പെട്ട വിശേഷണങ്ങളാണ് നദികളുമായി ബന്ധപ്പെട്ട് പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിക്കുന്നവയാണ്. നമുക്കത് നോക്കാം. കേരളത്തിൻ്റെ ജീവരേഖ പെരിയാർ. കേരളത്തിൻ്റെ ജീവരേഖ എന്ന് വിശേഷണമുള്ള നദി പെരിയാർ. സാംസ്കാരിക കേരളത്തിൻ്റെ ജീവരേഖ എന്ന് വിശേഷണമുള്ള നദി ഭാരതപ്പുഴ. സാംസ്കാരിക കേരളത്തിൻ്റെ ജീവരേഖ എന്ന് വിശേഷണമുള്ളത് നദിയാണ് ഭാരതപ്പുഴ. ചൂർണി എന്നറിയപ്പെടുന്ന നദി പെരിയാർ. ചൂർണി എന്നറിയപ്പെടുന്ന നദി പെരിയാർ. തലയാർ എന്ന് വിശേഷണമുള്ള നദി പാമ്പാർ. തലയാർ എന്ന് വിശേഷണമുള്ള നദി പാമ്പാർ. ബേപ്പൂർ പുഴ എന്ന വിശേഷണമുള്ളത് ചാലിയാർ. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ചാലിയാർ. കരിമ്പുഴ എന്നറിയപ്പെടുന്നത് കടലുണ്ടി. കരിമ്പുഴ എന്നറിയപ്പെടുന്ന പുഴ നദി കടലുണ്ടി. കരിമ്പുഴ എന്നറിയപ്പെടുന്ന നദി കടലുണ്ടി. ബാരിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നദി പമ്പ. ബാരിസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പമ്പ.
ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പ. നിള, പേരാർ എന്നീ പേരിൽ അറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ. നിള, പേരാർ എന്നീ പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴ. പയസുനി എന്നീ പേരിൽ അറിയപ്പെടുന്ന നദി ചന്ദ്രഗിരിപ്പുഴ. ചന്ദ്രഗിരിപ്പുഴ അറിയപ്പെടുന്നത് പയസുനി എന്ന പേരും കൂടി ആണ്. മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടി. ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴ. ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി മയ്യഴിപ്പുഴ. തേജസ്വിനി എന്നറിയപ്പെടുന്ന നദി കാര്യങ്കോട് പുഴ. തേജസ്വിനി എന്നറിയപ്പെടുന്ന നദി കാര്യങ്കോട് പുഴ. കേരളത്തിൽ നദികളുടെ എണ്ണം എത്ര? കേരളത്തിലെ നദികളുടെ എണ്ണം എത്ര? 44. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? 41. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ 3. 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള എത്ര നദികൾ കേരളത്തിലുണ്ട്? 100 കിലോമീറ്ററിൽ കൂടുതലുള്ള എത്ര നദികൾ കേരളത്തിലുണ്ട്? 11. 200 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള എത്ര നദികൾ കേരളത്തിലുണ്ട്? 21. 21 നദികളാണ് 200 കിലോമീറ്ററിൽ കൂടുതൽ കേരളത്തിൽ ഉള്ളത്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ നദി നെയ്യാർ. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ നദി നെയ്യാർ. കേരളത്തിലെ ഏറ്റവും വലിയ നദി ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ നദി അഥവാ വൃഷ്ടിപ്രദേശം കൂടുതലുള്ള നദി, ഏറ്റവും വലിയ നദി വൃഷ്ടിപ്രദേശത്തിൽ ഏറ്റവും കൂടുതൽ ഭാരതപ്പുഴ. ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ. മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി കബനി. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദികളിൽ ഏറ്റവും നീളമുള്ള നദി കബനി. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം. രാമപുരം. 19 കിലോമീറ്റർ നീളമാണ് രാമപുരം പുഴയ്ക്കുള്ളത്. കണ്ണൂരിലാണ് രാമപുരം പുഴ സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂരിലാണ് രാമപുരം പുഴ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി ഐക്കൂർ പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി ഐക്കൂർ പുഴ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി ഐക്കൂർ പുഴ, തിരുവനന്തപുരം. 17 കിലോമീറ്റർ നീളം. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നദി കല്ലട. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന ഏത് നദിക്ക് കുറുകെയാണ്? കല്ലട. മീനച്ചിലാറിന് തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം കോട്ടയം ഏറ്റുമാനൂർ. മീനച്ചിലാറിന് തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം കോട്ടയം ഏറ്റുമാനൂർ. വളപട്ടണം നദി ഉത്ഭവിക്കുന്നത് ബ്രഹ്മഗിരി കുന്ന്, കർണാടക. വളപട്ടണം നദി ഉത്ഭവിക്കുന്നത് ബ്രഹ്മഗിരി കുന്ന്, കർണാടക. അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്നത് നദിയാണ് ശിരുവാണി. അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി ശിരുവാണി. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. മൂര്യാട് പുഴ എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. കേരളത്തിലെ മഞ്ഞ നദി കുറ്റ്യാടിപ്പുഴ. മൂര്യാട് പുഴ എന്നറിയപ്പെടുന്നതും കുറ്റ്യാടിപ്പുഴ. അരുവിക്കര പേപ്പാറ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി കരമനയാർ. അരുവിക്കര പേപ്പാറ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കരമനയാറ്റിലാണ്. മീൻവല്ലം പദ്ധതി സ്ഥിതി ചെയ്തത് തൂതപ്പുഴ. മീൻവല്ലം പദ്ധതി സ്ഥിതി ചെയ്തത് തൂതപ്പുഴ. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ബാവലിപ്പുഴ. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിൽ കൂടി ഒഴുകുന്ന നദി ബാവലിപ്പുഴ. ബാവലിപ്പുഴ. തലശ്ശേരിയെയും മാഹിയെയും തമ്മിൽ വേർതിരിക്കുന്ന നദി മാഹി തലശ്ശേരി പുഴ. തലശ്ശേരിയെയും മാഹിയെയും തമ്മിൽ വേർതിരിക്കുന്ന നദിയാണ് മാഹി തലശ്ശേരി പുഴ. മയ്യഴിപ്പുഴയുടെ ഉദ്ഭവം വയനാടൻ കുന്നുകൾ. മയ്യഴിപ്പുഴയുടെ ഉദ്ഭവം വയനാടൻ കുന്നുകൾ. താങ്ക് യു.